ഓക്കെ, അടുത്തതാണ് ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറി ഫോർ സ്ട്രിപ്പ് ഫൂട്ടിംഗ്. ഒരു സോയിലിലെ ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി ടെർസാഗി എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് കുറെ സ്റ്റഡീസ് ഒക്കെ നടത്തി ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ്ങിൽ എങ്ങനെയാണ് ബിയറിംഗ് കപ്പാസിറ്റി എന്നുള്ള ഒരു ഇക്വേഷൻ ഒക്കെ ഫ്രെയിം ചെയ്തു. അതിനുവേണ്ടി കുറെ അസംഷൻസ് ഉണ്ടാക്കി. ആ അസംഷൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അസംഷൻസ് എഴുതണമെന്നില്ല, പ്രിന്റ് എടുത്ത് പഠിച്ചാൽ മതി. അസംഷൻസ് ഒരുപാട് തവണ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ആയാലും ഒരു 14 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഷോർട്ട് ആൻസർ ആയിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ആദ്യത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് ദ ഫൂട്ടിംഗ് റഫ് ആയിരിക്കണം. ഫസ്റ്റ് അസംഷൻ അതായിരുന്നു, ഫൂട്ടിങ്ങിൻ്റെ ബേസ് റഫാണ്. രണ്ടാമത്തത് ഷാലോ ഡെപ്തിലാണ് ടെർസാഗി ഈ സ്റ്റഡീസ് എല്ലാം നടത്തിയത്. പിന്നെ ഷിയർ സ്ട്രെങ്ത്, അതായത് ഫൗണ്ടേഷനിൽ മുകളിലുള്ള സോയിൽ, ബേസിന് മുകളിലുള്ള സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനെ കൺസിഡർ ചെയ്യാതെയാണ് ടെർസാഗി സ്റ്റഡീസ് എല്ലാം നടത്തിയത്. ലോഡ് വെർട്ടിക്കലി ആയിരിക്കണം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അങ്ങനെയുള്ള കൺസെപ്റ്റിലാണ് അനാലിസിസ് ചെയ്തത്. ഫൂട്ടിംഗ് ലോങ് ആയിരിക്കണം, അതായത് L/B റേഷ്യോ ഇൻഫിനിറ്റ് ആയിരിക്കണം. ലെങ്ത് ഓഫ് ദ ഫൂട്ടിംഗ് വളരെ ഇൻഫിനിറ്റ് ആണെന്നുള്ള അസംഷനിലാണ് ടെർസാഗി ബിയറിംഗ് കപ്പാസിറ്റി ഡിറൈവ് ചെയ്തത്. അടുത്തത്, ഒരു സോയിൽ എടുത്താൽ ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് മോർ കൂളം തിയറി. മോർ കൂളം തിയറി വെച്ചിട്ടാണ് ഷിയർ സ്ട്രെങ്ത് സ്റ്റഡി ചെയ്യുന്നതെന്നാണ് ബേസിക് അസംഷനിൽ പറഞ്ഞ 6ാമത്തെ പോയിന്റ്. ഇത്രയും 6 അസംഷൻസ് വെച്ചിട്ടാണ് ടെർസാഗി ബിയറിംഗ് കപ്പാസിറ്റിക്ക് ഒരു ഇക്വേഷൻ ഫ്രെയിം ചെയ്തത്. ഫിഗർ കാണിച്ചു തരാം, ഡെറിവേഷൻ ഒന്നുമില്ല. ഇതാണ് ഫിഗർ. ഒരു ഗ്രൗണ്ട് സർഫസ്, അതിൽ നിന്ന് DF ഡെപ്തിലുള്ള ഒരു ഫൗണ്ടേഷൻ, അവിടെ നമ്മൾ സോയിൽ ഫില്ല് ചെയ്തേക്കണം. ആ സോയിൽ ഫില്ല് ചെയ്തേക്കണം, അതിൻ്റെ വെയിറ്റ് ആണ് γ/dF. ഓക്കെ, ദെൻ QU എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് പ്രഷറും ആ ഒരു ബേസിൽ, ഫൗണ്ടേഷൻ്റെ ബേസിൽ ആക്ട് ചെയ്യുന്നു. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന പാറ്റേൺ ആണ് ഈ വരച്ചേക്കണേ, താഴേക്ക് കാണിക്കണേ. 3 ഫേസ് ആയിട്ടാണ് ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഫേസ്, ഈ ഫസ്റ്റ് ഫേസ്, ഇത് സെക്കൻഡ് വൺ 2 എണ്ണം, മൂന്നാമത്തെ അടുത്തത്. ആദ്യത്തെ സോൺ, അതായത് ഫൗണ്ടേഷൻ്റെ തൊട്ട് താഴെയുള്ള ആ ഫസ്റ്റ് സോൺ മാത്രമാണ് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതെന്നാണ് ടെർസാഗി പറയുന്നത്. അതായത് ഈ ലോഡിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ആക്റ്റീവ്ലി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു റീജിയൻ എന്ന് പറയുന്നത് ഫസ്റ്റ് റീജിയൻ ആണെന്നാണ് ടെർസാഗി പറഞ്ഞത്. ദെൻ രണ്ടാമത്തെ സോൺ എന്ന് പറയുന്നത് റേഡിയൽ ആണ്. അതും ഫസ്റ്റ് സോണിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേഷൻ ഉള്ളൊരു സോൺ തന്നെയാണ് റേഡിയൽ ഷിയർ സോൺ എന്ന് പറയുന്നത്. പക്ഷെ മൂന്നാമത്തെ സോൺ ശരിക്കും പാസീവാണ്. ആ റീജിയണിന് അവിടത്തേക്ക് വരുന്നതിന് വലിയ പാർട്ടിസിപ്പേഷൻ ഇല്ല സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷനിൽ. അതായത് അങ്ങോട്ട് ചെല്ലും തോറും സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ്റെ ഇൻറ്റൻസിറ്റി കുറവാണെന്നാണ് ടെർസാഗി പറഞ്ഞത്. അതിൻ്റെ ബേസിസിലാണ് ബിയറിംഗ് കപ്പാസിറ്റി ഡിറൈവ് ചെയ്തത്. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക, ഡെറിവേഷൻ ഒന്നുമില്ല. ഇനി കുറേ ഇക്വേഷൻസ് ഉണ്ട്, ആ ഇക്വേഷൻസ് മാറിപ്പോകരുത്. ഇക്വേഷൻസ് കാണിച്ചു തരാം. ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആണ് എങ്കിൽ, അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ടെർസാഗി കണ്ടുപിടിച്ച ഇക്വേഷനാണ് QU is equal to C'(NC) plus γ/dF/NQ plus 0.5 BN gamma. ഒരു സ്ട്രിപ്പ് ഫൂട്ടിങ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന് മാത്രമാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. QU is equal to C'(NC) γ/dF/NQ plus 0.5 gamma BN gamma. Where B എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ വിഡ്ത്ത് ആണ്, DF എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ആണ്, C എന്ന് പറഞ്ഞാൽ കൊഹഷൻ ആണ്, നമ്മളിരിക്കുന്ന സോയിലിൻ്റെ കൊഹഷൻ. ദെൻ NC, NQ, N∪ എന്ന് പറയുന്നത് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ. ടെർസാഗി കണ്ടുപിടിച്ച ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് ആണ് NC, NQ, N∪. ഇത് കാണാൻ വേറൊരു ഇക്വേഷൻസ് ഉണ്ട്, ഇത് എഴുതിയിട്ട് കാണിച്ചു തരാം. ഈ ഇക്വേഷൻ പഠിക്കണം കാണാതെ.
എഴുതിയോ? ഇക്വേഷൻ തെറ്റിപ്പോകരുത്. ഈ സി ഡാഷ് എന്നതിന് പകരം സി എന്നും കാണാറുണ്ട്. അതൊന്നുകൂടെ ചില ടെക്സ്റ്റിൽ കൊഹഷൻ സിംപ്ലി സി എന്ന് കാണാറുണ്ട്, സി ഡാഷ് എന്നും കാണിക്കാറുണ്ട്. രണ്ടും സെയിം ആണ്. കൊഹസീവ് സോയിലാണ്, കൊഹഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഏത് കാര്യം പറയണേ? എഴുതിയോ? ഹലോ, തീർന്നില്ല, പക്ഷെ അനോട്ടേഷൻസ് ചെയ്തു. നിങ്ങൾ പ്രിന്റ് എടുത്ത് വെച്ചിട്ട് അത് നോക്കി എഴുതിക്കോ. ഇതിൽ നോക്കി എഴുതണമെന്നില്ല കേട്ടോ. സെക്കൻഡ് മൊഡ്യൂൾ കംപ്ലീറ്റ് ഉണ്ട് കേട്ടോ. ആ നോട്ടിൽ ഫുൾ നോട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സെക്കൻഡ് മൊഡ്യൂൾ. ഈ ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടറിന് ഇങ്ങനെ 3 തരം പേരുകൾ വന്നേനെ. അത് ശരിക്കും സോയിലിന്റെ കൊഹഷനെ കാണിക്കുന്നതാണ് എൻ സി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ അത് ഈ 3 സോൺ കാണിച്ചില്ലേ, ഈ 3 സോൺ വെച്ചിട്ടാണ് ആ 3 പാരാമീറ്റേഴ്സ് ഉണ്ടാക്കിയത്, എൻ സി, എൻ ക്യു, എൻ ഗാമ എന്ന് പറയുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ താഴെ കാണിച്ചു തരാം. അപ്പോൾ അത് ഓരോന്നും ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തതെന്ന് അന്നേരം കാണിച്ചു തരാം. എഴുതിയോ? എഴുതിയെങ്കിൽ താഴെ കാണിക്കാം. ഓക്കെ. എൻ സി, എൻ ക്യു, എൻ ഗാമ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ്. ആദ്യത്തെ ടേമാണ് എൻ സി. എൻ സി കാണാൻ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എഴുതിയേക്കണേ. എൻ സി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സോൺ 1, നമ്മൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ പോർഷനിൽ നിന്ന് ഡിറൈവ് ചെയ്തൊരു കോൺസ്റ്റന്റ് ആണ് എൻ സി. എൻ ക്യു എന്ന് പറയുന്നത് ശരിക്കും റേഡിയലി ഉള്ള ആ ഒരു പോർഷൻ, റേഡിയലി ആ ഷിയർ സ്ട്രെസ് പോകുന്ന റീജിയണിൽ നിന്നുള്ള കോൺസ്റ്റന്റ് ആണ് എൻ ക്യു. എൻ ഗാമ എന്ന് പറയുന്നത് പാസീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആ ഒരു റീജിയന്റെ കോൺസ്റ്റന്റ് ആണ് എൻ ഗാമ. ഈ കോൺസ്റ്റന്റിന് ഒന്നും കാണാതെ പഠിക്കണ്ട ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരും, ഇല്ലെങ്കിൽ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നോക്കിയിട്ടാണ് നമ്മൾ എൻ സി, എൻ ക്യു, എൻ ഗാമ കണ്ടുപിടിക്കുന്നത്. ഈ ഇക്വേഷൻ ഇങ്ങനെയാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ആ വാല്യൂസ് കണ്ടുപിടിച്ചേക്കണേ. ഇതാണ് ഇക്വേഷൻ എന്ന് അറിഞ്ഞു വയ്ക്കുക. ഈ ഇക്വേഷൻ എൻ സി, എൻ ക്യു, എൻ ഗാമ, ഈ ഇക്വേഷൻ കാണാതെ പഠിക്കേണ്ട. ഒരു ടേബിൾ ഉണ്ട്, അതിൻ്റെ വാല്യൂസ് ഉണ്ട്. ആ ടേബിൾ അറ്റസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് കയറ്റണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂഷ്വലി എൻ സി, എൻ ക്യു, എൻ ഗാമയുടെ വാല്യൂ തന്നാണ് ഇതുവരെ കാണാറ്. ഓക്കെ. ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരാം എൻ സി, എൻ ക്യു, എൻ ഗാമ. ഓക്കെ, ഇപ്പം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഒരു ടേബിള്, ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടർ. ആ ടേബിൾ നോക്കിയാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂഷ്വലി വാല്യൂസ് തരാറുണ്ട്. ദേവി കാര്യം പറയണേ.
എഴുതി. ഓക്കെ, അതിൽ ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് ആണ്. കെ പി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് പ്രഷർ. ഫൈവ് ഡാഷ് ഇല്ലേ, ഫൈവ് ഡാഷ് ഫൈ ഡാഷ് ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്, കെ പി കോഎഫിഷ്യന്റ് ഓഫ് പാസീവ് പ്രഷർ. ഓക്കെ, ഇനി 3-4 കണ്ടീഷൻസ് ആണ്. ഫൈ വാല്യൂ നമ്മൾ IS കോഡിൽ നിന്നാണ് പറയണത്. ഒരു കൊഹസീവ് സോയിൽ, അതായത് ക്ലേ ആണെങ്കിൽ അതിൻ്റെ ഫൈയുടെ വാല്യൂ 0 ആയിരിക്കും. അങ്ങനെയാവുമ്പം NCയുടെ വാല്യൂ ഇത് വരും 5.7, NQൻ്റെ വാല്യൂ 1 ആയിരിക്കും, N ഗാമ 0 ആയിരിക്കും. കൊഹസീവ് സോയിലാണ് എങ്കിൽ ഫൈ ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ് 0 ആയിരിക്കും. അവിടെ കൊഹഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം NCയുടെ വാല്യൂ എന്ന് പറയുന്നത് 5.7 വരും, NQ എന്ന് പറയുന്നത് 1 ആയിരിക്കും, N ഗാമ 0 ആയിരിക്കും. ഇത് കാണാതെ പഠിക്കണം. നമ്മളോട് ക്വസ്റ്റ്യനിൽ കോസീവ് സോയിലാണ് ക്ലേ ആണെന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ ഈ വാല്യൂസ് കൊടുത്ത് വേണം ചെയ്യാനായിട്ട്. എഴുതിയോ? NC NQ N ഗാമ. ഓക്കെ, അടുത്തത് അപ്പം നമുക്ക് QU അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ വരും 5.7 C പ്ലസ് ഗാമ DF. Then ഇനി കൊഹഷൻ ലെസ് സോയിൽ ആണെങ്കിൽ C ഈക്വൽ ടു 0 ആണെങ്കിൽ NC എന്ന് പറയുന്ന ടേം 0 ആയി പോവും, CNC ആ ടേം 0 ആയി പോവും. ബാക്കി ഗാമ DF NQ പ്ലസ് 0.5 ഗാമ BN ഗാമ. കൊഹഷൻ ലെസ് സോയിൽ ആണെങ്കിൽ C ഈക്വൽ ടു 0 ആണ്. അപ്പം QU അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഗാമ DF NQ പ്ലസ് 0.5 ഗാമ BN ഗാമ. ഓക്കെ, എഴുതിയോ? എഴുതിയോ? കൊഹഷൻ ലെസ് ആണെങ്കിൽ C 0 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ടേം അങ്ങ് 0 ആയി പോകും, ബാക്കി 2 ടേം സെക്കൻഡ് ടേമും തേർഡ് ടേമും കാണും. ഇനി സ്ക്വയർ ഫൂട്ടിംഗ് ആണെങ്കിൽ നമ്മളിപ്പോൾ പഠിച്ചത് റെക്ടാങ്കുലർ ഫൂട്ടിംഗ് ആയിരുന്നു ആദ്യത്തെ ഇക്വേഷൻ. അതിൽ സിയും കോഹസീവ് സോയിലിന് എങ്ങനെയാണ് കൊഹഷൻ ലെസ് സോയിലിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്ക്വയർ ഫൂട്ടിംഗ് ആകുമ്പോൾ ഇക്വേഷൻ ചെറിയ വ്യത്യാസമേ ഉള്ളൂ.
ആദ്യത്തെ ടേമിൻ്റെ പോലെ ഒരു 1.2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരും. ലാസ്റ്റ് ടേമിൻ്റെ 0.5 മാറി 0.4 ആവും. അപ്പം 0.2 സി ഡാഷ് എൻ സി പ്ലസ് ഗാമ ഡി എഫ് എൻ ക്യൂ പ്ലസ് 0.4 ഗാമ ബി എൻ ഗാമ ആയിരിക്കും. സർക്കുലാർ ആവുമ്പം സെയിം ഇക്വേഷൻ തന്നെ, പക്ഷെ ലാസ്റ്റ് ടേമിലെ കോൺസ്റ്റൻറ്റ് 0.4 പകരം 0.3 ആവും. അപ്പം റെക്ടാങ്കുലർ പഠിച്ചു, സ്ക്വയർ പഠിച്ചു, സർക്കുലർ. ഈ 3 ഇക്വേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ കൊഹസീവ് സോയിലാകുമ്പം എന്താണ് എൻ സി എൻ ക്യു എൻ ഗാമ, കൊഹഷൻലെസ് സോയിലാകുമ്പം എന്താണ് എൻ സി എൻ ക്യു എൻ ഗാമ. മീൻസ് ആ ഇക്വേഷൻ എങ്ങനെ വരും അത് ഓർത്ത് വയ്ക്കുക. അത് ഏത് ടൈപ്പ് ഫൂട്ടിംഗ് ആണെങ്കിലും കൊഹസീവ് സോയിലിനും കൊഹഷൻലെസ് സോയിലിനും കറസ്പോണ്ടിങ്ങിലി അതാത് ഇക്വേഷനിൽ വ്യത്യാസം വരും. ഇക്വേഷൻസ് കാണാതെ പഠിക്കണേ. ഇതിലൊരു മിസ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന പുട്ടിങ്ങിനകത്ത് റെക്ടാങ്കുലർ പുട്ടിങ്ങിന്റെ അകത്ത് അവസാനത്തെ പേയ്മെന്റ് 0.5ഉം 0.4 അങ്ങനെ വരാണ്ടായ കാരണം എന്താണ്? അതാ ഇതിന്റെ 0.3 അത് ശരിക്കും നമ്മൾ ഡെറൈവ് ചെയ്യുമ്പം അതിന്റെ ആ റീജിയൻ കൺസിഡർ ചെയ്ത് വരുമ്പോൾ വരുന്ന ഒരു കോൺസ്റ്റന്റ് ആണത്. നമ്മൾ ചെയ്ത് വരുമ്പം ആ ഡെറിവേഷൻ ഞാൻ കാണിച്ചു തരണോ? വലിയ ഡെറിവേഷൻ കാണിച്ചു തരാൻ വേണമെങ്കിൽ ഡെറിവേഷൻ കാണുന്നത് അതിന് എന്തുകൊണ്ടാണ് കാരണം വരുന്നത് ഇതാണ്. നമ്മള് ഈ ഇക്വേഷൻസ് ഫ്രെയിം ചെയ്ത് ഡിറൈവ് ചെയ്ത് വരുമ്പം അങ്ങോട്ട് ഡിറൈവ് ചെയ്ത് വരുമ്പം കോൺസ്റ്റന്റ് ആയി വരുന്നതാണ്. നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കും. ഓരോ സർക്കുലാറും സ്ക്വയറും ഒക്കെ ആവുമ്പോൾ അതിനകത്തെ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മൾ വാല്യൂസ് കൊടുക്കും. ആ വാല്യൂസിന്റെ ബേസിസിൽ വരുന്നതാണ് ശരിക്കും ഈ കോൺസ്റ്റന്റിലുള്ള ഡിഫറൻസ്. അത് ശരിക്കും നമുക്ക് ഈ എൻ സി എൻ ക്യു എൻ ഗാമയുടെ ഇതിൽ തന്നെ വരുമ്പോൾ വ്യത്യാസങ്ങൾ വരും. അത് കാണാം. ഓക്കെ, ഈ ഇക്വേഷൻസ് എഴുതിയോ? സ്ക്വയർ ആണെങ്കിലും സർക്കുലർ ആണെങ്കിലും റെക്ടാങ്കുലർ ആണെങ്കിലും നമ്മൾ കൊഹസീവ് സോയിലിനും കോഷൻലെസ് സോയിലിനും അനുസരിച്ച് അതാത് ഇക്വേഷനിലാണ് വ്യത്യാസം വരുന്നത് കേട്ടോ. സ്ക്വയർ ഫൂട്ടിങ്ങും ആണ് കൊഹസീവ് സോയിലാണെന്ന് പറഞ്ഞാലാണ് നമ്മൾ മുകളിൽ 5 = 0 വരും. അപ്പോൾ എൻ സിയുടെ വാല്യൂ അവിടെയും 5.7 വരും, എൻ ക്യു 1 വരും, എൻ ഗാമ 0 വരും. അപ്പം ആ രീതിയിൽ തന്നെ റിലേറ്റ് ചെയ്യാൻ പാകത്തിന് ഇത് പഠിച്ചു വെക്കണേ. മൂന്ന് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. അതിനുശേഷം തന്ന സോയിൽ കൊഹസീവ് ആണെങ്കിൽ കൊഹഷൻലെസ് ആണെങ്കിൽ ടൈപ്പ് ഓഫ് ഫൂട്ടിങ്ങിനനുസരിച്ച് ഷേപ്പ് ഓഫ് ഫൂട്ടിങ്ങിനനുസരിച്ച് എന്ത് വ്യത്യാസം വരുന്നു ഓർത്ത് വയ്ക്കുക. എഴുതിയോ?
മിസ്സേ. ഇനി പ്രോബ്ലം ആണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Determine the ultimate bearing capacity of a strip footing 1.2 meter wide and having a depth of foundation 1 meter. Use Terzaghi's theory and assume general shear failure. Take phi is equal to 35 degree, gamma equal to 18 kilonewton per meter cube, cohesion C is equal to 15 kilonewton per meter square. First area. Question എഴുതിയോ? എഴുതി മിസ്സേ. ഇനി ഞാനൊരു ഇതിട്ടിട്ടുണ്ടായിരുന്നു, അത് കണ്ടോ? ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ? ഓക്കെ, ടേബിള്. ഇതിനകത്ത് ഈ ടേബിളിൽ നിന്നാണ് നമ്മൾ എൻ സി, എൻ ക്യു, എൻ ഗാമ എന്ന് പറയുന്ന ടേംസ് കണ്ടുപിടിക്കുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് അങ്ങേയറ്റത്ത് തന്നിരിക്കുന്ന ഫൈ ആണ്, ആംഗിൾ ഓഫ് ഷിയറിംഗ് റെസിസ്റ്റൻസ്. ഫൈയുടെ വാല്യൂ മാറുന്ന അനുസരിച്ച് നമുക്ക് തന്നിരിക്കുന്ന ഫെയിലിയേഴ്സ് ജനറൽ ഷിയർ ഫെയിലിയർ ആണോ ലോക്കൽ ഷിയർ ഫെയിലിയർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടാവും. അതിനനുസരിച്ചുള്ള എൻ സി, എൻ ക്യു, എൻ ഗാമ വാല്യൂസ് ആണ് നമ്മൾ ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇതിൽ ലാസ്റ്റ് എൻ ക്യു ഡാഷ് ബെസിക് എന്ന് പറയുന്ന ഈ കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല, നിങ്ങൾക്ക് പഠിക്കാനുമില്ല. ലോക്കൽ ഷിയറോ ജനറൽ ഷിയർ ഫെയിലിയറോ ആണെങ്കിൽ നമ്മൾ ഈ ടേബിളിൽ നിന്നാണ് എൻ സി, എൻ ക്യു, എൻ ഗാമ വാല്യൂസ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, ഇതിൽ ജനറൽ ഷിയറും ലോക്കൽ ഷിയറും എനിക്ക് തോന്നി അത് ആദ്യമേ ഇത് പറഞ്ഞു തരുമായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു. ഫൈയുടെ വാല്യൂ 0 ആകുമ്പോൾ ഉള്ള വാല്യൂ മാത്രം നിങ്ങൾ കാണാതെ പഠിക്കുക. ഓക്കെ, എൻ സിക്കും ജനറലും ലോക്കലും ആകുമ്പോൾ സെയിം വാല്യൂ ആണ്, അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തരാറുണ്ട്. ഇനി ഈ പറഞ്ഞ പോലെ ലോക്കൽ ഷിയർ ഇത് കാണിച്ചു തരാം, അത് പറഞ്ഞിട്ട് ഞാൻ ഇനി പ്രോബ്ലം ചെയ്യിക്കാം. ക്ലാസ്സിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുത്തായിരുന്നു, അതിന് ശേഷം നോട്ട് ലാസ്റ്റാണ് കൊടുത്തത്. നമുക്ക്
ഒരു സോയിൽ കൺസിഡർ ചെയ്യുമ്പം 3 രീതിയിൽ ഫെയിലിയേഴ്സ് ഉണ്ടാവാമെന്ന് പറയണം, അല്ലെ 3 മോഡ്സിൽ 3 ടൈപ്പ് ഷിയർ ഫെയിലിയേഴ്സ് സോയിലിന് യൂഷ്വലി സംഭവിക്കാം. ആദ്യത്തെയാണ് ജനറൽ ഷിയർ ഫെയിലിയർ. ജനറൽ ഷിയർ ഫെയിലിയർ ശരിക്കും സംഭവിക്കുന്നത് ഒരു ഡെൻസ് സാൻഡിൽ അല്ലെങ്കിൽ സ്റ്റിഫ് ക്ലേയിലായിരിക്കും. ഓക്കെ, കാണിച്ചു തരാം, താഴെ ഫിഗർ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ജനറൽ ഷിയർ ഫെയിലിയർ. ഇത് ശരിക്കും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മൾ ലോഡ് കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് കർവ് ഉണ്ട് ഇങ്ങനെ സൈഡിലെ, അത് നോക്കുക. ലോഡ് കൊടുത്തു വന്നു, ഒരു പർട്ടിക്കുലർ ലോഡ്, അതായത് QU അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി എത്തിക്കഴിയുമ്പം ആ സ്ട്രക്ചർ എന്ത് ചെയ്യൂ, സെറ്റിൽ ഡൗൺ ചെയ്തു. സെറ്റിൽ ഡൗൺ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചേ, മണ്ണ് അങ്ങ് സാധനം വെർട്ടിക്കലി അതങ്ങ് ഇരുന്ന് പോയി. താഴെയുള്ള ഗ്രൗണ്ട് സർഫസ് ആണ് ഈ ഡോട്ടഡ് ലൈനിൽ കാണുന്നത്. ആ ഗ്രൗണ്ട് സർഫസിൽ മുകളിലേക്ക് ഒരു ഹീവ് പോലെ സോയിൽ പൊങ്ങി വന്നു. അങ്ങനെ ഉണ്ടാവുന്ന ഫെയിലിയേഴ്സാണ് ജനറൽ ഷിയർ ഫെയിലിയർ. ഒരു ഹീവ് പോലെ ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്ക് സെറ്റിൽമെൻറ്റ് മൂലം അല്ലെങ്കിൽ ലോഡ് മൂലം സോയിലിൻ്റെ ഷിയർ മൂലം പൊങ്ങി വരികയാണ് എങ്കിൽ അതിനെ നമ്മൾ ജനറൽ ഷിയർ ഫെയിലിയർ ആയിട്ട് പറയും. ഓക്കെ, ഇതാണ് മുകളിൽ പറയാം, കാണിച്ചു തരാം എന്താ പറഞ്ഞേക്കണേന്ന്. ഒരു ഫിഗറാണ് നമ്മൾ കണ്ടത്, ഗ്രാഫ്. X ആക്സിസിൽ അൾട്ടിമേറ്റും ബിയറിംഗ് കപ്പാസിറ്റി ലോഡ്, Y ആക്സിസിൽ സെറ്റിൽമെൻറ്റും ആയിരുന്നു. ഒരു സെർട്ടൺ ലോഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം സഡൻലി എന്ത് ചെയ്തു, ആ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ സെറ്റിൽ ഡൗൺ ചെയ്തു. അപ്പോൾ എന്തുണ്ടായി, സോയിലിന് ഷിയർ ഫെയിലിയർ സംഭവിച്ചു. ആ ഷിയർ ഫെയിലിയർ എന്ത് ചെയ്തു, ഗ്രൗണ്ട് സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വന്നു. ഗ്രൗണ്ട് സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വന്നു എന്ന് പറഞ്ഞാൽ ഒരു ഹീവ് പോലെ ഗ്രൗണ്ട് സർഫസിന് മുകളിലേക്ക് സോയിൽ ഇങ്ങനെ പൊങ്ങി വന്നു. അങ്ങനെ ഉണ്ടായ ഫെയിലിയർ ആണ് ജനറൽ ഷിയർ ഫെയിലിയർ. അത് ശരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഗ്രൗണ്ട് സർഫസിന് മുകളിൽ ഒരു ഹീവ് ഫോർമേഷൻ ഉണ്ട് എങ്കിൽ, നല്ലൊരു ഹീവ് ഫോർമേഷൻ ഉണ്ട് എങ്കിൽ അതിനെ യൂഷ്വലി നമ്മൾ ജനറൽ ഷിയർ ഫെയിലിയർ ആയിട്ടാണ് പറയുക. ഓക്കെ ആണോ? ദെൻ രണ്ടാമത്തതാണ് ലോക്കൽ ഷിയർ ഫെയിലിയർ. ലോക്കൽ ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നത് ഒരു മീഡിയം ഡെൻസ് സാൻഡിൽ അല്ലെങ്കിൽ ക്ലേ ഓഫ് മീഡിയം കൺസിസ്റ്റൻസി, ഇങ്ങനെയുള്ള സോയിലാണ് യൂഷ്വലി നമ്മൾ ലോക്കൽ ഷിയർ ഫെയിലിയർ കാണുന്നത്. ഇതും എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഒരു ലോഡ്, വെൻ ദ ലോഡ് ഈസ് ഈക്വൽ ടു അൾട്ടിമേറ്റ് ലോഡ് QU ആയി കഴിയുമ്പം ഫൗണ്ടേഷൻ എന്ത് ചെയ്യും, ജെർക്ക് മൂവ്മെൻറ്റ്സ്, സഡൻ ജെർക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അതായത് ആ ലോഡ് കൂടി ഒരു അൾട്ടിമേറ്റ് ലോഡ് QUയിൽ എത്തിക്കഴിയുമ്പം ഫൗണ്ടേഷൻ ഒരു സഡൻ ജെർക്ക് മൂലം, അത് വലിയ സൗണ്ടോട് കൂടി ഒരു ഫൗണ്ടേഷൻ ഒരു മൂവ്മെൻ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായി കഴിയുമ്പം സോയിൽ എന്ത് ചെയ്യും, ഫെയിലർ ആവുകയും ചെയ്യും. ഈ ഫെയിലിയർ എന്ത് ചെയ്യും, ഫൗണ്ടേഷന് വെളിയിലേക്ക് വരും. അല്ലെങ്കിൽ ഫൗണ്ടേഷന് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഫൗണ്ടേഷൻ്റെ ആ ഫൗണ്ടേഷൻ താഴെയുള്ള സോയിൽ പെട്ടെന്ന് തന്നെ ഔട്ട്വേർഡ് അത് ഫെയിൽ ചെയ്ത് വരും, പുറത്തേക്ക് തള്ളി വരും. അങ്ങനെ പുറത്തേക്ക് ഗ്രൗണ്ട് സർഫസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന ഫെയിലിയർ ആണ് ലോക്കൽ ഷിയർ ഫെയിലിയർ. ഫിഗർ ഉണ്ട്, കാണിച്ചു തരാം. സെയിം ഇത് ലോഡ് കൂടി സെയിം തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും. ഞാൻ ടെക്സ്റ്റിലെ ഫിഗർ ഫോട്ടോ എടുത്തിടാം, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഐഡൻറ്റിഫൈഡ് ആയിരിക്കും. ഇത് കുട്ടികൾ വരയ്ക്കണമായതുകൊണ്ടാണ് ആ വ്യത്യാസം. ഇതാണ് ലോഡ്. നമ്മൾ QU എന്ന് പറയുന്ന ലോഡ് കൊടുത്തപ്പം ഗ്രാജുവലി എന്ത് സെറ്റിൽമെൻറ്റ് കൂടിയേ വരാം. പക്ഷേ ആ QU എന്ന് പറയുന്ന പോയിന്റിൽ, QU1 എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോഴേക്കും ഒരു സഡൻ ജെർക്ക് മൂവ്മെൻറ്റ്സ് ആ ഫൗണ്ടേഷൻ്റെ അടിയിൽ ഉണ്ടായി. ആ ജെർക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാവുകയും ചെയ്തു. പിന്നെയും നമ്മൾ ലോഡ് കൂട്ടിക്കൊടുത്തു. അങ്ങനെ വരുമ്പം പെട്ടെന്ന് ഒരു പോയിന്റിൽ വന്ന് ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തിയപ്പോൾ സഡൻ ആയിട്ടുള്ള ഫെയിലിയർ ഉണ്ടായി. ആ ഫെയിലിയറിൻ്റെ ഭാഗമായി എന്ത് ചെയ്യും, ഈ സോയിൽ ഷിയർ ഫെയിലിയർ കൊണ്ട് ഫെയിലായ സോയിൽ ഗ്രൗണ്ട് സർഫസിലേക്ക് ഔട്ട്വേർഡ് ചെയ്ത് വരും. ജനറലിൻ്റെ അത്രയും ഉണ്ടാവില്ല, ചെറിയൊരു ഹീവാണ്, വളരെ മൈന്യൂട്ട് ഹീവാണ് ശരിക്കും നമുക്ക് ലോക്കൽ ഷിയർ ഫെയിലിയറിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും ഹൈലി കാണാൻ പറ്റില്ല. ജനറലിൻ്റെ അത്രയും ഒരു ഹീവ് ഫോർമേഷൻ ലോക്കലിൽ ഉണ്ടാവില്ല, ഇച്ചിരി കൂടെ കുറവായിരിക്കും. ജസ്റ്റ് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നിൽക്കുന്നതായിട്ടേ കാണുള്ളൂ.
ഓക്കെ, അതിനെയാണ് ലോക്കൽ ഷിയർ ഫെയിലിയർ എന്ന് പറയാം. ഇതും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ചെറിയ ഹീവ് ഫോർമേഷൻ വഴി. വളരെ ചെറിയ ഹീവ് ഫോർമേഷൻ ആയിരിക്കും കമ്പയർഡ് ടു ജനറൽ ഷിയർ ഫെയിലിയർ. അടുത്തതാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഇതാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ശരിക്കും എന്താണ്, വെർട്ടിക്കലി ആ സോയിൽ ഇരുന്ന് പോവാണ്. ആ സ്ട്രക്ചർ ആസച്ച് വെർട്ടിക്കലി ഡൗൺവേർഡ് മൂവ് ചെയ്തുവാണ്, തുളഞ്ഞിറങ്ങി പോവാണ്. അതിന് ഹീവ് ഫോർമേഷൻസ് ഒന്നുമില്ല. ഗ്രൗണ്ട് സർഫസിൽ നിന്ന് ആ സ്ട്രക്ചർ തന്നെ നേരെ താഴേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. കണ്ടോ, ഗ്രാഫ് കണ്ടോ, പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് പോകുന്നു, വെർട്ടിക്കലി ഡയറക്റ്റ്ലി അങ്ങ് മൂവ് ചെയ്തു, താഴേക്ക് പോയി. അങ്ങനെയുള്ള ഷിയർ ഫെയിലിയർ ആണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. മറ്റ് രണ്ടും അങ്ങനെയല്ല, ഒരു ഗ്രാജുവൽ, ഒരു നമുക്കൊരു ഇനഫ് വാർണിംഗ് പോലെയൊക്കെ തന്നിട്ടാണ് ഈ രണ്ട് ഫെയിലിയറും ഉണ്ടായത്. പക്ഷേ മറ്റത് പഞ്ചിങ് അങ്ങനെയല്ല, പെട്ടെന്ന് അങ്ങ് ഇരുന്ന് താഴേക്ക് പോകും. അത് ഉണ്ടായി എന്ന് നമുക്ക് ആ ലെവൽ വ്യത്യാസത്തിൽ നിന്നാണ് ശരിക്കും മനസ്സിലാവുന്നത്, അല്ലാതെ മണ്ണ് മുകളിലേക്ക് ഔട്ട്വേർഡ് പുറത്തേക്ക് വരില്ല. ഇതാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഓക്കെ, എക്സ്പ്ലനേഷൻ ഉണ്ട്. പിന്നെ പഞ്ചിങ് ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നത് ഇവിടെയാണ്, സോഫ്റ്റ് ക്ലേയിലും ലൂസ് സാൻഡിലുമാണ്. സോഫ്റ്റ് ക്ലേ അല്ലെങ്കിൽ ലൂസ് സാൻഡിലാണ് യൂഷ്വലി പഞ്ചിങ് ഷിയർ ഫെയിലിയർ ഉണ്ടാവുക. വെർട്ടിക്കൽ മൂവ്മെൻ്റ് ആണ്, ശരിക്കും മണ്ണ് ഇങ്ങനെ താഴേക്ക് ഇരുന്ന് പോകും, സ്റ്റീപ്പറായിട്ട് അങ്ങ് താഴേക്ക് ഇരുന്ന് പോകും സ്ട്രക്ചർ. അങ്ങനെയാണ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഓക്കെ, 3 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം, നാളെ ഞാൻ ടെക്സ്റ്റിൻ്റെ ഫോട്ടോ എടുത്തിടാം. എനിക്ക് ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഇനി പ്രോബ്ലത്തിലേക്ക് വരാം. ഇതല്ലേ? ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഡിറ്റർമൈൻ ദി അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് എ സ്ട്രിപ്പ് ഫൂട്ടിംഗ് 1.2 meter wide and having a depth of foundation 1 meter using Terzaghi's theory and assume general shear failure. Take phi is equal to 35 degree, gamma equal to 18 kilonewton per meter cube, C is equal to 15 kilonewton per meter square. തന്ന ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ആദ്യം നോക്കുക എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്. എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് ക്വസ്റ്റ്യനിൽ? എന്ത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ്? ഷാലോ ഫൗണ്ടേഷൻ. എന്ത് ടൈപ്പ് ഷാലോ ഫൗണ്ടേഷൻ ആണ്? എന്ത് ടൈപ്പ് ഫൂട്ടിംഗ് ആണ്? റെക്ടാങ്കുലർ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി കാണാനാണ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ സ്ട്രിപ്പിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് ആദ്യമേ മൈൻഡിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ നോക്കുക, സോയിലിന് എന്തെങ്കിലും പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ടോ? ഡെൻസ് സാൻഡ് ആണെന്നോ, കൊഹസീവ് സോയിലാണെന്നോ, കോഷൻലെസ് സോയിലാണോ എന്ന് ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സി തന്നിട്ടുണ്ടല്ലോ. മീൻസ് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി സിയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊഹഷനും സംഭവിക്കുന്നുണ്ട്, ഷിയറിങ്ങും ആ സോയിലിന് ഉണ്ടാവുന്നുണ്ട്. അത് 5 വാല്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആദ്യം തന്നെ ക്വസ്റ്റ്യനിൽ തന്ന ഗിവൺ ഡേറ്റാസ് എടുത്തെഴുതുക. വിഡ്ത്ത് എത്രയാണ്? വിഡ്ത്ത് ഓഫ് ദി ഫൗണ്ടേഷൻ 1.2 meter. 1.2 meter ആണ്. ഇത് ബി ആണ്. ഓക്കെ, ഡെപ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ ഡി എത്രയാണ്? 1 meter. 1 meter ആണ്. ഇനി സിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 15 ആയിരുന്നു. 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഗാമ തന്നിട്ടുണ്ട് 18 അല്ലായിരുന്നു, 18 കിലോന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് ആണ്. ഫൈയുടെ വാല്യൂ തന്നിട്ടുണ്ട് 35. ഓക്കെ, ഇനി തന്ന ക്വസ്റ്റ്യനിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണ്. അപ്പം അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഫോർ സ്ട്രിപ്പ് ഫൂട്ടിംഗ് ഇക്വേഷൻ എന്താ? ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് ആണെന്ന് പറഞ്ഞു.
അങ്ങനെയാണെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫൂട്ടിങ്ങിന്റെ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കാണാനുള്ള ഇക്വേഷൻ C dash ആദ്യത്തെ NC plus C plus gamma gamma DF NQ plus 0.5 gamma 0.5 ഗാമ ബി എൻ ഗാമയാണ്. ഇതിലെല്ലാ വാല്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. എൻ സി എൻ ക്യു എൻ ഗാമ അറിയില്ല. സാധാരണ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും. ഇപ്പം ഞാൻ തന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ആ ടേബിളിൽ നിന്ന് 5 വാല്യൂ നോക്കി 5 ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി ആണ്. പിന്നെ എന്ത് ഫെയിലിയർ ആണെന്നാ പറഞ്ഞേ? ജനറൽ അല്ലേ? അതെ മിസ്സേ. ജനറൽ ഷിയർ ഫെയിലിയറും ആണ്. അങ്ങനെയെങ്കിൽ എൻ സിയുടെ വാല്യൂ എത്ര വരുന്ന ടേബിളിൽ നോക്കി പറയാം. എൻ ക്യുവിൻ്റെ വാല്യൂ എത്രയായിരിക്കും? എൻ ഗാമ. നിങ്ങൾ ടേബിൾ ഒന്നും കാണാതെ പഠിക്കണ്ട, അറ്റസ്റ്റ് ചെയ്ത് കയറ്റവും വേണ്ട, ക്വസ്റ്റ്യനിൽ ഷുവറായിട്ടും തരും. തന്നിട്ടില്ല എങ്കിൽ അത് കോഹഷൻലെസ് ആണെന്നോ കോഹസീവ് ആണെന്നോ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, 535 ഡിഗ്രി ആവുമ്പം എത്ര വരും? എൻ സി എൻ ക്യു എൻ ഗാമ. 535 ജനറൽ ഷിയർ ഫെയിലിയർ ആണ്. അപ്പം എത്രയാ? 57.8. ഈ ജനറൽ ടേബിൾ മാറ്റണം അല്ലേ? അതാണ് മെയിൻ ആയിട്ട്. ജനറൽ ആദ്യത്തെ ഭാഗം ലോക്കൽ കൊടുക്കണം, ആകുമ്പോൾ രണ്ടാമത്തെ ഭാഗം ലോക്കൽ ആകുമ്പോൾ കൊടുക്കണം. രണ്ടാമത്തെ ഭാഗം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഇത് കാണിച്ചു തന്നെ. ഓ അത് ആലോചിച്ചോണ്ടിരിക്കുക ഇത് തമ്മില്. ഈ ബേസിക് എന്ന് പറയുന്നത് വെസിക് എന്ന് പറയുന്ന ഈ സാധനം ശരിക്കും വെസിക് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ആണ് നമുക്ക് 2-3 രീതിയിൽ ഇങ്ങനെ ഷിയർ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു കാണിച്ചു തരുന്നത്. അതിനുശേഷമാണ് ടെർസാഗി ശരിക്കും ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിച്ചത്. അപ്പം വെസിക് ആണ് ശരിക്കും ടൈപ്സ് ഓഫ് ഷിയർ ഫെയിലിയറിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പം 35 ആണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട, നിങ്ങൾക്കുള്ള വാല്യൂ അല്ല അത്. നമുക്ക് ലോക്കൽ അല്ലെങ്കിൽ ജനറൽ ഷിയർ ഫെയിലിയർ ഇതാണ് യൂഷ്വലി നമുക്ക് ക്വസ്റ്റ്യനിൽ തരാറുള്ളൂ. വെസിക് ആണ് ശരിക്കും ഈ 3 എണ്ണം. ഇത് ഈ എൻ ക്യു ഡാഷ്, അതിൽ എൻ ക്യു ഡാഷ് എന്ന് പറയുന്ന ഈ വെസിക് ഇത് ഞാൻ ഒരിടത്തും ഇതുവരെ യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ജനറൽ ഷിയർ ഫെയിലിയർ അതിനനുസരിച്ച് എത്രയാണെന്നുള്ളത് പറയുക. എൻ സി എൻ ക്യു എൻ ഗാമ എത്രയാണ് വരുന്നത്? 5 = 35 ഡിഗ്രിക്ക് എത്രയാ? 57.8, 41.4, 42.4. അപ്പം നിങ്ങൾ അവിടെ എഴുതി വയ്ക്കുക. ഈ ടേബിൾ നമുക്ക് തരുമോ മിസ്സേ പരീക്ഷയ്ക്ക്? തരില്ല, അറ്റസ്റ്റ് ചെയ്ത് കയറ്റണ്ട. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ്ലി തരും എൻ സി എൻ ക്യു എൻ ഗാമ എന്താന്ന്. ക്വസ്റ്റ്യനിൽ ഇൻ കേസ് തന്നിട്ടില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ശരിക്കും ഒരു 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. അതിൽ കൊഹസീവ് സോയിലെന്നോ കൊഹഷൻലെസ് സോയിലെന്നോ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. കൊഹസീവ് ആണെങ്കിലും കൊഹഷൻലെസ് ആണെങ്കിലും എങ്ങനെയാണ് എൻ സി എൻ ക്യു എൻ ഗാമ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ്റെ കൂടെ. ഓക്കെ, അപ്പോൾ എൻ സിയുടെ വാല്യൂ എത്രയാണ്? 50. എൻ സി എത്രയായിരുന്നു? 57.8. എൻ ക്യു എത്രയാണ്? 41.4, 42.4. ഇനി ഒന്നും ചെയ്യാനില്ല, എല്ലാ വാല്യൂസും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡയറക്റ്റ് അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി കണ്ടുപിടിക്കുക. കിട്ടിയ ആൻസർ എത്രയാണെന്ന് പറയാം. അതിനുശേഷം 15 മിനിറ്റ് ബ്രേക്ക് തരാവേ.
2070 2070. 2070 അത്രയും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് ഏറ്റവും ചെറിയ പ്രോബ്ലം ആണ്. ഇനി അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിച്ച് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്താണ് യൂണിറ്റ് വരുന്നല്ലോ ബിയറിംഗ് കപ്പാസിറ്റി ഏരിയ. അതൊന്ന് മെൻഷൻ ചെയ്ത് പറയണേ. ചിലപ്പോ നമ്മൾ M³ എന്നുള്ള നൊട്ടേഷൻ ഓൾറെഡി വന്നിട്ടേ 18 കിലോ അത് ന്യൂട്ടൺ പെർ ആലോചിച്ചാ പോരെ. ബിയറിംഗ് കപ്പാസിറ്റി ശരിക്കും അത് എന്താണ്? പ്രഷറാണ്. പ്രഷർ എങ്ങനെയാ നമ്മൾ യൂണിറ്റ് പറയാ? പെർ മീറ്റർ സ്ക്വയറിലാണ്, ഏരിയയിലാണ്. ആലോചിച്ച മതി, പക്ഷെ ആലോചിക്കില്ല എന്നാണ് പറഞ്ഞത്. അതൊന്ന് ഓക്കെ, പറഞ്ഞേക്കാൻ പറഞ്ഞതാ. ശരി ശരി. ഓക്കെ, അപ്പൊ ഒരു 15 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞ് 9 മണിക്ക് ജോയിൻ ചെയ്യോ? ഹലോ, ഓക്കെ മിസ്സേ. എല്ലാരും എല്ലാരും പോയോ? ഓടി. കേക്കാൻ നോക്കിയിരിക്കുവായിരുന്നു. ശരി.